നമ്മളെല്ലാവരും തന്നെ വളരെയേറെ വേദനയോട് കൂടിയിട്ട് നടുക്കത്തോടു കൂടിയിട്ടാണ് കുവൈത്തിലെ തീപിടുത്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട മരണവിവരങ്ങളുടെ കണക്കുകൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. 45 ഇന്ത്യക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ 23 പേരും മലയാളികളാണ്. ഇതിന് പുറമെയായിട്ട് 9 പേര് ഗുരുതരാവസ്ഥയിലുമാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. നമ്മുടെ രാജ്യത്തെ ഭാരതീയരായിട്ടുള്ള 45 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചർച്ച ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുമാണ്. നമ്മുടെ സകല ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പിണറായി സർക്കാർ എന്തോ മലമറിക്കുന്നുണ്ട് ഈ കുവൈത്ത് വിഷയത്തിൽ എന്ന രീതിയിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ സകലരും വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി എന്തോ മലമറിക്കാൻ പോകുന്നു, അത്തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ കണ്ട സമയത്താണ് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ തുടക്കം മുതൽ നോക്കാം. എന്താണ് നമ്മുടെ രാജ്യം, ഈ രാജ്യത്തെ സർക്കാരുകൾ, ഈ സംസ്ഥാന സർക്കാരുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ഈ ഒരു വിഷയം വരുന്നു കുവൈത്തിൽ തീപിടുത്തം എന്നുള്ളത്. ഈ തീപിടുത്തത്തിൽ ഭാരതീയരായിട്ടുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്, മരണപ്പെടുന്നത് എന്ന വാർത്ത നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് എത്തുന്നു. ആ സമയത്ത് തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സകല പ്രോഗ്രാമുകളും മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ വസതിയിലേക്ക് അടിയന്തരമായിട്ട് കുവൈത്ത് വിഷയത്തിൽ യോഗം വിളിച്ചു ചേർത്തു. അതിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തൻ്റെ വസതിയിൽ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുന്നു. ഇന്ത്യൻ എംബസി വളരെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നിലവിൽ വരുന്നു. അതേപോലെ തന്നെ അവിടെ പരിക്കുകളേറ്റിട്ടുള്ള സകല ആളുകൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നു. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടിയന്തരമായിട്ടുള്ള ധനസഹായം എന്നോണം മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിനെ കുവൈത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള തീരുമാനമെടുത്തു. അതേപോലെ തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വ്യോമസേനയുടെ C-130J വിമാനം പോവാനുള്ള, മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമസേനയുടെ വിമാനമാണ് മൃതദേഹങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പോയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര യോഗം വിളിച്ചുകൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ളതാ. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാരതീയർക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ. നമ്മൾ പ്രത്യേകം ഓർക്കണം, 2014 മുമ്പേക്കുള്ള കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ ഇതുപോലെ അടിയന്തര യോഗങ്ങൾ നടത്താറില്ല, ഈ അടിയന്തര ധനസഹായങ്ങൾ നടത്താറില്ല. മറിച്ച് സംസ്ഥാന സർക്കാരുകൾ ധനസഹായം കൊടുക്കട്ടെ എന്നാണ് കേന്ദ്ര സർക്കാരുകൾ തീരുമാനമെടുക്കാറുള്ളത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ അടിയന്തരമായിട്ട് ഇടപെടലുകൾ നടത്തുന്നു. ഇന്ന് വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലാണുള്ളത്. ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നമ്മുടെ കേരള സർക്കാർ പിണറായി വിജയന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് രാജ്യത്തെ മറ്റ് സർക്കാർ, സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിലപ്പുറം കേരള സർക്കാരിനൊന്നും യാതൊരു റോളും വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ഇല്ല എന്നുള്ളത് സകല ആളുകളും മനസ്സിലാക്കുക. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും പ്രത്യേക അജണ്ടയൊക്കെ ഉണ്ട്. അവരതിനനുസരിച്ച് വാർത്ത കൊടുക്കൂ. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയമുണ്ടായി നമ്മളെയൊക്കെ തന്നെ വളരെ വലിയ
വലിയ വേദനയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വളരെയേറെ പ്രശംസനീയമായിട്ടുള്ളത് തന്നെയാണ്.